അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ അധ്യക്ഷൻ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, മുത്താലിം സുഹൃത്തുക്കളെ, യുഗത്തിലെ ഇസ്ലാമിക ധാർമ്മിക പാഠങ്ങളുടെ പ്രസക്തി എന്ന വിഷയവുമായി ഏതാനും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാം ഇവിടെ ഒരുമിച്ചത് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തിൽ നഈമിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യർ തങ്ങളുടെ ബുദ്ധികളെ യന്ത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന അത്ഭുത പ്രതിഭാസം ഈ ലോകം മുഴുവൻ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സയൻസ് ഫിക്ഷൻ മാത്രം AI ഭരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ ഇസ്ലാമിൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ AI കടന്നു വരികയാണ്. വാണിജ്യം, വിദ്യാഭ്യാസം, കലാമതം എന്നിവിടങ്ങളിലെല്ലാം AI സ്വാധീനത്തിലേക്ക് വിധേയമാകുന്നു. AI എത്ര ശക്തമായാലും അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നും തീരുമാനമെടുക്കേണ്ടത് മനുഷ്യനാണ്. ആ തീരുമാനങ്ങൾക്ക് ദിശ നൽകേണ്ടത് ഇസ്ലാമിക ധാർമ്മിക പാഠങ്ങളും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമസംഹിതകളും ധാർമ്മിക പാഠങ്ങളും ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ കാലത്തിനോ മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ സർവകാലികമാണ്. യുഗത്തിലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് ഡാറ്റ ചൂഷണവും നിരീക്ഷണവുമാണ്. AI പ്രാണവായു എന്ന് പറയുന്നത് ഡാറ്റയാണ്. മനുഷ്യൻ്റെ ഓരോ സമ്പത്ത് വ്യവസ്ഥയും അല്ലെങ്കിൽ ഓരോ സ്പന്ദനവും ഡാറ്റയായി മാറപ്പെടുന്ന ഈ കാലത്ത് വ്യക്തിയുടെ മര്യാദയും അന്തസ്സും ലംഘിച്ചുകൊണ്ട് ഡാറ്റ ഖനനം നടക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഇസ്ലാമിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 12-ാമത്തെ സൂക്തത്തിലൂടെ പറയുന്നു, വലാ തജസ്സസു, നിങ്ങൾ ഒറ്റുനോക്കരുത്, ചാരപ്പണി നടത്തരുത്. വ്യക്തിയുടെ അനുവാദമില്ലാതെ അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന നിരീക്ഷണ വ്യവസ്ഥയും മനുഷ്യൻ്റെ മുഖവും അതുപോലെ തന്നെ ശബ്ദവും വെളിവാക്കുന്ന രീതിയിലുള്ള ഡീപ് ഫേക്ക് പോലുള്ള AI ടൂളുകൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹറാമാണ്, അഥവാ നിഷിദ്ധമാണ്. സ്വകാര്യത കേവലം ഒരു അവകാശമല്ല, മറിച്ച് അത് സംരക്ഷിക്കപ്പെടേണ്ടത് വിശുദ്ധിയാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ് നമ്മുടേത്. ഡാറ്റ ശേഖരണം നിയമപരമാണെങ്കിലും അത് സംരക്ഷിക്കപ്പെടേണ്ടത്, അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെട്ടാൽ അത് ധാർമ്മികമല്ല. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ ഏറ്റവും മികച്ച രൂപത്തിലാണ്. അവൻ്റെ അനുയായി ആയിട്ടുമാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദുനിയാവിലെ മറ്റു വസ്തുക്കളെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും സുഖകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. സാങ്കേതിക വിദ്യകളെല്ലാം മനുഷ്യൻ്റെ സേവകർ മാത്രമാണ്. ആ സേവകർ ഏതെങ്കിലും ഒരു കസാരയിൽ ഇരുന്ന് തീരുമാനമെടുക്കുമ്പോൾ അത് മതവിരുദ്ധവും പ്രകൃതി വിരുദ്ധവുമാണ്. അല്ലാഹു തആല അതിനൊരു വില കൽപ്പിക്കുന്നുമില്ല. കാരണം വില കൽപ്പിക്കുന്നത് മനുഷ്യനെയാണ്. മറ്റൊരു മേഖലയിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നതിലൂടെ നിരവധി ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നു. ലോകത്തിലെ സമ്പത്ത് മുഴുവൻ ഒരു ചെറിയ വിഭാഗം ടെക് ഭീകരന്മാരുടെ കൈകളിൽ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ ഇതിനെ ഇസ്ലാമിൻ്റെ സകാത്ത് ദർശനത്തിൽ പ്രസക്തിയേറെയുണ്ട്. ഇസ്ലാം ഒരു സമ്പത്ത് ഒരു വ്യക്തിയുടെ മേലിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ ഏറ്റവും ശക്തിയായൊരു രീതിയിൽ അതിനെ കർശനമാക്കിയിട്ടുണ്ട്. മറിച്ച് ഇസ്ലാമിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെ ഏറെ ധനികനായ ഒരു വ്യക്തി പാവങ്ങളിലേക്ക് കൈമാറാൻ ഇസ്ലാം ഏറെ വില കൽപ്പിക്കുന്നുണ്ട്.
ഒരിക്കലും യുഗത്തിലും ഇസ്ലാമിക ധാർമ്മിക പാഠങ്ങളുടെ പ്രസക്തി ഒരിക്കലും കുറയുന്നില്ല. അന്ത്യനാളിന്റെ സമയത്ത് ദീനിന്റെ ഏറ്റവും പ്രയാസഘട്ടത്തിൽ പോലും ഇസ്ലാമിന്റെ നിയമങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ച് പിടിച്ച് അന്തിമ വിജയം എന്ന കടിച്ചു പിടിച്ചവർക്കാണ് അന്തിമ വിജയം എന്ന് പഠിപ്പിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മുറുകെ പിടിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.